ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയോട് വെല്ലുവിളിച്ചുകൊണ്ടെത്തിയ അവന്തിക ചോദിച്ചു, നീ ഇപ്പോ കാത്തു നിൽക്കുന്നത് നിന്റെ പിന്നിൽ എന്നും നിന്നെ സഹായിച്ചുകൊണ്ട് നിന്നിരുന്ന ആ അബ്ദുൽ ഖാദറിന്റെയും ഭാര്യയുടെയും സഹായങ്ങളെ കുറിച്ച് ഓർത്തിട്ടല്ലേ? ഇപ്പോ അബ്ദുൽ ഖാദർ ഇല്ല നിന്നെ സഹായിക്കാൻ, മറിച്ച് ആ സന്ധ്യ ഡോക്ടറുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അല്ലെ? എന്നാലേ ഒരു കാരണവശാലും ഇന്ന് സന്ധ്യ ആ വീടിന് പുറത്തു പോലും ഇറങ്ങാൻ പോകുന്നില്ല. കാരണം അവളുടെ വീടിന് ചുറ്റും എന്റെ ആളുകൾ കാവലായിട്ടുണ്ട്. അതുകൊണ്ട് നീ വെറുതെ അവളെയും പ്രതീക്ഷിച്ച് ഇവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുമ്പോ ഉടനെ അർച്ചന പറഞ്ഞു, അതിന് ആര് പറഞ്ഞു സന്ധ്യ ഡോക്ടറെ പ്രതീക്ഷിച്ച ഞാൻ നിൽക്കുന്നതായി എന്ന്? മറിച്ച് എനിക്ക് എന്തിനും പോകുന്ന ഒരു ഭർത്താവുണ്ട്, എന്റെ ശശിയേട്ടൻ മാത്രം മതി എനിക്കൊപ്പം എന്ന് അർച്ചന അവന്തികയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് അവന്തിക എന്ന സേതുമാധവന്റെ വിളി കേട്ട് അവന്തിക വേഗം അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും അർച്ചന ശശി ഇത്രയും നേരമായിട്ട് മടങ്ങി വരാത്തതിന്റെ ആശങ്കയിൽ അകന്നു നിന്നതുകൊണ്ട് ഇനി എല്ലാവരും മണ്ഡപത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണോ എന്ന് അറിയുവാൻ വേഗം അർച്ചന അകത്തേക്ക് കയറി വന്നു. ഈ സമയത്ത് എല്ലാവരും വാതിൽക്കൽ നിന്ന് അവരെല്ലാം ആകെ ടെൻഷനോടെ നോക്കി നിൽക്കുമ്പോ ഉടനെ അവന്തിക്ക് ചോദിച്ചു, എന്താച്ചാ അസന്ത വിളിച്ചത്? അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, അതെ എന്നാ നമുക്ക് അങ്ങ് പോയാലോ, ഇനിയും വൈകുണ്ടല്ലോ അവന്തിക്ക്, നമുക്ക് മുഹൂർത്തത്തിന് മുമ്പ് മണ്ഡപത്തിലേക്ക് എത്താമല്ലോ എന്ന് പറയുമ്പോ ഉടനെ അച്ഛന മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അയ്യോ അച്ഛാ, അത് പിന്നെ ശശിയേട്ടൻ കൂടി വന്നിട്ട് നമുക്ക് പോയാ പോരെ അച്ഛാ, ശശിയേട്ടൻ ഇപ്പൊ എത്തും എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ ആശങ്കയോട് ചോദിച്ചു, അല്ല ഇത്രയും നേരമായിട്ടും ശശി മണ്ഡപത്തിലേക്ക് പോയില്ലേ? അപ്പോഴാണ് അർച്ചന പറഞ്ഞത്, അത് പിന്നെ ശശിയേട്ടന് പെട്ടെന്നൊരു കോള് വന്ന്, അതുകൊണ്ട് ശശിയേട്ടൻ പുറത്തേക്ക് പോയതാണ്, ഉടനെ എത്തും അച്ഛാ, അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാനിപ്പോ വിളിച്ചിരുന്നോ, ദാ ഇപ്പൊ എത്തുമെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞത്. സേതുമാധവൻ പറഞ്ഞു, ആ ശരി, എന്തായാലും മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് കുറച്ചു നേരം കൂടി കാക്കാം മോളെ എന്ന് സേതുമാധവനും സമ്മതിച്ചു. അങ്ങനെ സേതുമാധവനും സമ്മതിച്ചത് കൊണ്ട് വേഗം അല്പനേരം കൂടി വെയിറ്റ് ചെയ്യാമെന്നുള്ള സേതുമാധവന്റെ വാക്ക് കേട്ട് അർച്ചന അവന്തികയെ നോക്കുമ്പോ അവന്തിക ആ നിമിഷം അല്പം ആപത്ത് മണക്കും. എന്തായാലും എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ അവന്തിക എത്രയും വേഗം മണ്ഡപത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരേ ഒരു ചിന്ത അവന്തികയുടെ മനസ്സിലേക്കും കടന്നു വന്നു. ആ സമയത്താണ് മൂർത്തിയോടൊപ്പം ഉണ്ടായിരുന്ന അജയനോട് മൂർത്തി പറഞ്ഞത്, അതെ അനിയ, ഏട്ടന് ഒന്ന് വലിക്കാനായിട്ട് നീ ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു. അതിനെന്താ, ഞാനിപ്പോ പോകാമെന്ന് പറഞ്ഞ് അജയൻ വേഗം തന്നെ മൂർത്തിയുടെ കയ്യിൽ നിന്ന് പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തു വെക്കുമ്പോഴേക്ക് മൂർത്തി അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് അജയൻ വലിയ ആള് കളിച്ച് ആ കെട്ടിടത്തിന്റെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരികയും താൻ വലിയ ആളാണെന്നുള്ള രീതിയിൽ പാട്ടൊക്കെ പാടി അവിടേക്ക് വരുമ്പോഴാണ് സച്ചി ആ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടത്. പെട്ടെന്ന് അജയൻ സച്ചിയെ കണ്ടതും ഒളിഞ്ഞു നിൽക്കുന്നു. എന്താണ് ഇനി സച്ചിയുടെ നേക്കളെന്നറിയാനായി അജയൻ ഒളിച്ചു നിന്ന് നോക്കുമ്പോ സച്ചി വേഗം ഫോണിലൂടെ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം പതുക്കെ ആ കെട്ടിടത്തിലേക്ക് കയറുന്നു. അപ്പോഴേക്കും അജയൻ പതുക്കെ പിന്നിൽ നിന്ന് ഒളിഞ്ഞു നിന്ന് നോക്കി. കേറി ചെല്ലടാ, ഇന്ന് അവന് മൂർത്തിയണ്ണന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും, അവന്റെ എല്ലെല്ലാം ഇന്ന് നുറുങ്ങും എന്ന സന്തോഷത്തിൽ തന്റെ കൈ വെച്ച് ആ ഭിത്തിക്കിട്ട് കടകടാ നിധി കൊടുത്തിട്ട് വലിയ സന്തോഷത്തോടെ അജയൻ അവിടെ നിന്ന് പോയി. ഈ സമയത്ത് സച്ചി പതുക്കെ മൂർത്തി അന്വേഷിച്ച് ആ കെട്ടിടത്തിന് മുകളിലേക്ക് കയറി പോകുമ്പോ വേഗം അജയൻ എന്താകും അവിടുത്തെ സീനെന്നറിയുവാനായി ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ആ മുകളിലേക്ക് കയറുന്നു. അപ്പോഴാണ് സച്ചി മൂർത്തിയുടെ മുന്നിലേക്ക് വന്നെത്തിയത്. മൂർത്തി സച്ചിയാണ് വന്നതെന്നറിയാതെ പെട്ടെന്ന് പിന്തിരിഞ്ഞു നോക്കിയതും തന്റെ പിന്നിൽ നിൽക്കുന്ന സച്ചിയെ കണ്ടത് മൂർത്തി ഒന്ന് ഞെട്ടി. ഉടനെ തന്നെ മൂർത്തിയോട് സച്ചി ചോദിച്ചു, ഓ നിനക്കപ്പോ എന്നെ അറിയാമല്ലേ, അതുകൊണ്ടല്ലേ നീ എന്നെ കണ്ടപ്പോ ഇങ്ങനെ ഞെട്ടിയതോ എന്ന് സച്ചി അന്വേഷിച്ചു. അപ്പോഴേക്കും മൂർത്തി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ സച്ചി ചോദിച്ചു, എന്നാ ഇനി ഞാൻ വന്നതിന്റെ കാര്യം പറയാം, നിനക്കെന്നെ മനസ്സിലായത് കൊണ്ട് ഞാൻ നിസ്സാരമായിട്ടങ്ങ് പറഞ്ഞേക്കാം. നടന്ന് എന്റെ കൂടെ വരികയാണെങ്കിൽ എന്റെ വീട് വരെ ഒന്ന് വരണം. കാരണം വീട്ടിൽ വന്ന് നീ പാവമായ എന്റെ അനുജനെ വിളിച്ച് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി അവനൊട്ടും ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ താലി കെട്ടണമെന്ന്. ഇന്ന് ആ താലി കെട്ടാനായി അവൻ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് നീ വീട്ടിൽ വന്ന് ഇക്കാര്യം ഒന്ന് വെളിപ്പെടുത്തണം. നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം നടത്താം, അതല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും, അത് ഉറപ്പിച്ചിട്ട് വന്നിരിക്കുന്നത് എന്ന് സച്ചി മൂർത്തിയോട് അറിയിച്ചു. അത് കേട്ടതും മൂർത്തി പറഞ്ഞു, ഓഹോ, അപ്പോ അങ്ങനെയാണെങ്കിലേ എന്നെ കൊണ്ടുപോകണം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തായാലും നടന്ന് ഞാൻ വരുന്നില്ല, അപ്പോ നീ എന്നെ എടുത്തോണ്ട് തന്നെ പോകേണ്ടി വരും എന്ന് സച്ചിയോട് മൂർത്തി അറിയിച്ചു. അത് കേട്ടതും സച്ചി പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ, എന്തായാലും എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് സച്ചി മൂർത്തിയോട് പറയുമ്പോ പെട്ടെന്ന് സച്ചി ഇങ്ങനെ സംസാരിച്ചു കഴിയുമ്പോഴേക്കും മൂർത്തി ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ
സച്ചിയുടെ പിന്നിൽ വന്ന് അങ്ങനെ നിരന്നു. അത് കണ്ടതോടെ സച്ചി വലിയ സന്തോഷത്തോടെ കൈകൊട്ടി. എന്തായാലും ഇങ്ങനെ രണ്ടുപേരെ കൂടി തന്റെ പിന്നിൽ നിർത്തിയതിന്റെ സന്തോഷത്തിൽ സച്ചി കൈയടിച്ചുകൊണ്ട് മൂർത്തിയോട് താൻ അംഗത്തിന് തയ്യാറെന്ന് അറിയിച്ചു. അങ്ങനെ സച്ചി താൻ ഇത്തവണ വന്നത് വിജയിച്ചു തന്നെ മടങ്ങാനാണെന്നുള്ള രീതിയിൽ സച്ചി അങ്ങ് നിൽക്കുമ്പോൾ സേതുമാധവനും മറ്റുള്ളവരുമെല്ലാം സച്ചിയുടെ വരവ് പ്രതീക്ഷിച്ച് കുറെ നേരമായി കാത്തുനിന്നു. ഇത്രയും നേരമായിട്ടും സച്ചി എത്താത്തത് കൊണ്ട് ഉടനെ അവന്തിക പറഞ്ഞു, അച്ഛാ ഇനി നമുക്ക് സച്ചിയെ കാത്തു നിൽക്കണോ? മുഹൂർത്തത്തിന് സമയം അടുത്തുകൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാം. അവനോട് നേരിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞാ പോലെ അച്ഛാ എന്ന് സേതുമാധവനോട് അവന്തിക ചോദിച്ചു. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, ശരിയാ, അത് തന്നെ മതി, അങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് സേതുമാധവൻ സമ്മതിക്കുമ്പോഴേക്കും അവിടേക്ക് വീണ്ടും അർച്ചന എത്തിയിട്ട് പറഞ്ഞു, അതെ ഇപ്പോ നമുക്ക് പോണോ അച്ഛാ, കുറച്ചും കൂടി ഒന്ന് കാത്തു നോക്കാം, സച്ചിൻ ഇപ്പൊ എത്തുമെന്നാ പറഞ്ഞത് എന്ന് അർച്ചന വീണ്ടും വന്ന് സേതുമാധവനെയും മറ്റുള്ളവരെയും തടയാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ദയാനന്ദ മാഷും അരികിലേക്ക് എത്തി. സേതുമാധവൻ ഉടനെ ദയാനന്ദ മാഷിനോട് ചോദിച്ചു, മാഷെ നമുക്ക് ഇറങ്ങിയാലോ, മുഹൂർത്തത്തിനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയല്ലേ, മണ്ഡപത്തിൽ എത്തുന്നവരെയൊക്കെ വെറുതെ നമ്മൾ മുഷിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് അനൂപും എത്തി. അനൂപ് അവിടേക്ക് വന്നത് കണ്ട് സേതുമാധവൻ ചോദിച്ചു, അല്ല അനൂപ് എന്താ നേരിട്ടിങ്ങി പോന്നോ എന്ന് ചോദിച്ചപ്പോ അനൂപ് പറഞ്ഞു, അല്ല ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ ഇവിടുന്ന് ആരും ഇറങ്ങിയില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ മണ്ഡപത്തിലേക്ക് പോകാതെ ഇങ്ങോട്ട് പോകുന്നത് എന്ന് സേതുമാധവൻ മറുപടി നൽകി. ഇത് കേട്ട ഉടനെ തന്നെ സച്ചി വരുമ്പത്തേക്ക് മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞാ മതി അച്ചുമോളെ, മോള് സച്ചിയെ വിളിച്ച് അങ്ങനെ അറിയിക്കേ എന്ന് സച്ചിയുടെയും അർച്ചനയും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വന്നാ മതി എന്ന് ദയാനന്ദ മാഷ് അറിയിച്ചു. അത് കേട്ടതോടെ സേതുമാധവൻ പറഞ്ഞു, അത് ശരിയാ, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് സമ്മതിച്ചു. ഇത് കേട്ട ഉടനെ വീണ്ടും അവന്തിക പറഞ്ഞു, അല്ല അർച്ചന, അർച്ചനയ്ക്ക് ഇനി നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, സച്ചി വരുന്നത് വരെ അർച്ചന ഇവിടെ നിന്നോ, ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയിക്കോളാം, സച്ചിയും അർച്ചനയും കൂടി പിന്നാലെ വന്നാ മതി എന്ന് പറഞ്ഞതും ആ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തി. ഉടനെ എന്നാ നമുക്ക് ഇറങ്ങാം അനൂപേ എന്ന് പറഞ്ഞ് സേതുമാധവനും മറ്റുള്ളവരുമെല്ലാം അവിടെ നിന്ന് സന്ദീപിനെയും മനോഹയും വിളിച്ചുകൊണ്ട് വേഗം മണ്ഡപത്തിലേക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങി. അവസാനം അർച്ചനയും മനസ്സിലാ മനസ്സോടെ അവരെ യാത്ര അയക്കാനായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന തിര പാക വിഷമത്തോടെ അല്പനേരം സങ്കടപ്പെട്ട് അങ്ങനെ നിന്നു. ഉടനെ അരികിലേക്ക് എത്തിയ കമലെടുത്തി വാ മോളെ എന്ന് വിളിച്ച് പോകാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ആതിര പറഞ്ഞു, അയ്യോ അമ്മേ എന്ന് വിളിച്ചതും വേഗം തന്നെ ആതിര ബോധം കിട്ട് വീഴാൻ തുടങ്ങി. ഉടനെ ആതിര വീഴുന്നതിന് മുൻപേ കമലയെടുത്തി ആതിരയെ താങ്ങി പിടിച്ചു. അയ്യോ മോളെ മോളെ ആതിരെ എന്ന് വേഗം തന്നെ കമലയെടുത്തി നിലവിളിക്കുന്നത് കേട്ട് പുറത്തേക്ക് ഇറങ്ങിയ എല്ലാവരും ആവണിയും അർച്ചനയും എല്ലാവരും അകത്തേക്ക് ഓടിക്കയറി. എന്താ കാര്യം എന്നറിയാതെ അകത്തേക്ക് വന്ന അർച്ചനയും മറ്റുള്ളവരും എന്തു പറ്റി ആതിരയ്ക്ക് എന്ന് ചോദിച്ച് അരികിലേക്ക് ഓടി വന്നു. ദയാനന്ദ മാഷും ഓടിയെത്തി മോളെ മോളെ ആതിരെ എന്തായിരുന്നു നിനക്ക് പറ്റിയത് എന്ന് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. മീരയെടുത്തിയും അനുവും എല്ലാവരും ആതിരയെ വന്ന് വിളിച്ചു ഉണർത്താനായി ശ്രമിച്ചു. എന്താ അമ്മയെ പറ്റിയതെന്ന് അർച്ചന ചോദിച്ചതും അതെ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ബോധം കെട്ട് വീണതാണ് എന്ന് അറിയിച്ചു. അത് കണ്ട ഉടനെ സേതുമാധവൻ പറഞ്ഞു, സന്ദീപെ നീ വേഗം ഡോക്ടറെ വിളിക്കേ എന്ന് പറഞ്ഞു. ശരി അച്ഛാ എന്ന് പറഞ്ഞ് സന്ദീപ് ഫോണും എടുത്തുകൊണ്ട് മാറുന്നു. ഇത് കണ്ട് അനഘ ഒട്ടും ഇഷ്ടമില്ലാതെ നോക്കി നിൽക്കുമ്പോൾ സച്ചിയെ തല്ലാനായിട്ട് മൂർത്തി തയ്യാറാക്കി നിർത്തിയ ആ ഗുണ്ടകളെയെല്ലാം സച്ചി ഇടിച്ച് തരിപ്പണമാക്കി. അതിനുശേഷം മൂർത്തിക്കും തക്കതായ രീതിയിലുള്ള അടി കൊടുത്തുകൊണ്ട് സച്ചി മൂർത്തിയുടെ വെല്ലുവിളി സ്വീകരിച്ചതുപോലെ തന്നെ മൂർത്തിയെ അടിച്ച് തരിപ്പണമാക്കി. ഈ സമയത്ത് വൃന്ദാവനത്തിൽ നിന്ന് വന്നവരെല്ലാവരും ആകെ ആശങ്കയിലായിരുന്നു. എന്താണ് ആതിരയ്ക്ക് സംഭവിച്ചതെന്നറിയാതെ വിവാഹത്തിനായി പോകാൻ ഇറങ്ങിയവരെല്ലാം ആതിരയുടെ ചുറ്റും വന്ന് നിന്നു. അപ്പോഴേക്കും സന്ദീപ് വിളിച്ചതറിഞ്ഞ് ഡോക്ടർ വേഗം അവിടേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ കാത്തു നിൽക്കുമ്പോൾ അജയന്റെ ഫോൺ കോൾ വരുന്ന സമയത്ത് അവന്തിക മറ്റാരും കാണാതെ മനഃപൂർവ്വം അത് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരുന്നു. അനഘയാണെങ്കിൽ വിവാഹം നടക്കാനായി ഇന്നത്തേടെ സന്ദീപ് തന്റെ സ്വന്തമാകുമെന്നുള്ള പ്രതീക്ഷയിൽ മണ്ഡപത്തിലേക്ക് ഇറങ്ങിയിട്ട് അവസാനം പോകാനാകാതെ തിരികെ വീട്ടിലേക്ക് കയറിയതിന്റെ നിരാശയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡോക്ടർ അവിടേക്ക് എത്തിയത്. ഡോക്ടർ വന്ന ഉടനെ തന്നെ സേതുമാധവനോട് ചോദിച്ചു, എന്ത് പറ്റി സാർ, എന്താ പെട്ടെന്ന് വിളിച്ചത് എന്ന് ചോദിച്ചതും സേതുമാധവൻ പറഞ്ഞു, അത് പിന്നെ ഞങ്ങള് വിവാഹത്തിനായി മണ്ഡപത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്, അപ്പൊ പെട്ടെന്ന് ആ കുട്ടി കൊഴഞ്ഞു വീണു എന്ന് പറഞ്ഞതും എന്നിട്ട് പേഷ്യന്റ് എവിടെ, ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, എന്തായാലും ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് അറിയിച്ചു. എന്നാ പേഷ്യന്റ് ഇത് ആ റൂമിലുണ്ട് മാഡം എന്ന് പറഞ്ഞ് സേതുമാധവൻ ആതിരയ്ക്ക് എടുത്തിരിക്കുന്ന റൂം കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും വീണ്ടും അവന്തികയുടെ ഫോണിലേക്ക് അജയന്റെ കോള് വന്നു. അവന്തിക മനഃപൂർവ്വം കോൾ അറ്റൻഡ് ചെയ്യാതെ അപ്പുറത്തേക്ക് മാറി നിന്ന് ആ കോള് കട്ട് ചെയ്ത് കളയുന്നു. ഈ സമയത്ത് ആതിരയുടെ ചുറ്റും എല്ലാവരും അങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കുമ്പോൾ ഡോക്ടർ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമോ, എനിക്ക് ഒന്ന് ചെക്ക് ചെയ്യാനാണ് എന്ന് പറഞ്ഞതും ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് അർച്ചനയും കമലയെടുത്തിയും മീരയും എല്ലാവരും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ആതിര ബെഡിൽ കിടക്കുമ്പോൾ ആതിരയെ പരിശോധിക്കാനായി ഡോക്ടർ വന്നതിന്റെ ആശ്വാസത്തിൽ എന്തായിരിക്കും ആതിരയ്ക്ക് സംഭവിച്ചെന്നുള്ള ടെൻഷൻ എല്ലാവരും പുറത്ത് അങ്ങനെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഉടനെ
എന്ത് ചെയ്യുന്നറിയാതെ ആശ്ചര്യത്തോടെ അങ്ങനെ നിൽക്കുമ്പോ അനഘ തന്റെ വിവാഹത്തിനായി ഇറങ്ങിയിട്ട് മണ്ഡപത്തിലേക്ക് പോകാനാകാത്തതിന് നിരാശയിൽ ആകെ വിഷമത്തോടെ നോക്കി നിന്നു. എന്താണ് ആതിരയ്ക്ക് പറ്റിയെന്നറിയാതെ എല്ലാവരും ടെൻഷനോടെ അങ്ങനെ വീണ്ടും വീണ്ടും പരസ്പരം നോക്കി നിൽക്കുമ്പോ അനഘക്കരികിലേക്ക് അവന്തിക എത്തി. ഉടനെ അനഘ ചോദിച്ചു, എന്താ ചേച്ചി വീണ്ടും വിവാഹത്തിന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു മുടക്കം എന്ന് ചോദിച്ചപ്പോ അവന്തികയോട് അനഘ പറഞ്ഞു, ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കണ്ടത് അവൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതായിരിക്കോ എന്ന് ചോദിച്ചിടും. ഉടനെ അവന്തിക പറഞ്ഞു, അതെ, പലപ്പോഴായി അർച്ചന നമ്മളെല്ലാവരും മണ്ഡപത്തിലേക്ക് പോകുന്നതിനെ തടയാനായി ശ്രമിച്ചു. സച്ചി വന്നിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. അവസാനം ഇതാ ഇപ്പോ ആ വാക്ക് വിശ്വസിക്കാതെ നമ്മളെല്ലാവരും അതനുസരിക്കാതെ പോകാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് ആതിര ബോധം കെട്ട് വീണിരിക്കുന്നു. അവളുടെ ചേച്ചിയുടെ ആ ഒരു നീക്കം ഫലമാകാതെ പോയപ്പോ അവളെ പുതിയൊരു തന്ത്രം പ്രയോഗിച്ചതാകാനാണ് സാധ്യത എന്ന് അവന്തിക അനഘയോട് അറിയിച്ചു. അത് കേട്ടതും അനഘ ആകെ സംശയത്തോടെ നോക്കിയിരുന്നു. എന്തായാലും നീ ടെൻഷൻ ആവാതെ, നമുക്ക് ഉടനെ തന്നെ പോകാം. ഇപ്പോ ഡോക്ടർ വന്നിട്ടുണ്ടല്ലോ, പരിശോധിച്ച് കഴിയുമ്പോ കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് വേഗം തന്നെ മണ്ഡപത്തിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് അനഘയെ അവന്തിക ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് അർച്ചന എന്തായിരിക്കും ആതിരയ്ക്ക് സംഭവിച്ചതെന്നറിയാത്തതിന്റെ ടെൻഷനിൽ അങ്ങനെ വിഷമത്തോടെ നിൽക്കുമ്പോഴേക്കും ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നു. ഉടനെ സേതുമാധവൻ ചോദിച്ചു, ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടും ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇപ്പോ കൊണ്ടുവരേണ്ട കാര്യമില്ല, ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ടും ഡോക്ടറോട് സേതുമാധവൻ ചോദിച്ചു, എന്താ ഡോക്ടർ ആതിരയ്ക്ക് പറ്റിയത്? അപ്പോഴേക്കും ഉടനെ ഡോക്ടർ പറഞ്ഞു, ആരും ടെൻഷൻ ആകുമൊന്നുമല്ല, വേറെ പ്രശ്നമൊന്നുമില്ല, ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണ്. അത് കേട്ടതോടെ എല്ലാവരും ഞെട്ടി. എന്താ കാര്യം എന്നറിയാതെ അത് വിശ്വസിക്കാനാകാതെ എല്ലാവരും ആശ്ചര്യപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് എത്തിയ അനൂപും ആ ഞെട്ടലിൽ അങ്ങനെ നിന്നു. സന്ദീപ് ആ വാർത്ത കേട്ടതോടെ താൻ വലിയൊരു പ്രശ്നത്തിലാണല്ലോ എത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആശ്ചര്യത്തോടെ സന്ദീപും ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോ അർച്ചന അത് വിശ്വസിക്കാനാകാതെ ആകെ തകർന്ന അവസ്ഥയിൽ ആ ഭിത്തിയിലേക്ക് ചാരി നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർച്ചന അങ്ങനെ നിന്നു. ഈ സമയത്ത് കമലയെടുത്തിയും ദയാനന്ദ മാഷും എല്ലാവരും ആകെ വിഷമത്തോടെ നിൽക്കുമ്പോ അനഘയും അവന്തികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ദയാനന്ദ മാഷ് ആ വാർത്ത കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചങ്ങനെ നിന്നു. ഈ സമയത്ത് ആതിര ബെഡിലിരുന്ന് പൊട്ടിക്കരയുമ്പോ അതിന്റെ ഉത്തരവാദി താനായതുകൊണ്ട് സന്ദീപ് ഒന്നും മിണ്ടാനാകാതെ ആകെ വിഷമത്തോടെ തലകുനിച്ച് അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അർച്ചനയ്ക്ക് അരികിലേക്ക് ആതിര എത്തി. ആതിര മുന്നിലേക്ക് വന്നതും ആ നിമിഷം അനൂപ് അരികിലേക്ക് ചെന്നു, നിന്നെ ഞാൻ കൊല്ലുപിടി, ഞങ്ങളെ എല്ലാവരെയും നീ നാണം കെടുത്തിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആതിരയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാനായി അനൂപ് വന്നതും അനൂപിനെ അർച്ചനയും സ്നേഹയും മീരരതിയും ഒക്കെ കൂടി പിടിച്ചു മാറ്റുന്നു. ഈ സമയത്ത് കമലയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്തിനടി മോളെ നീ ഞങ്ങളോട് ചതി ചെയ്തത് എന്നെല്ലാം ചോദിച്ച് എല്ലാവരും സങ്കടപ്പെടുമ്പോ അവന്തിക പറഞ്ഞു, അതെ, നിങ്ങള് ഈ പ്രശ്നമൊക്കെ പറഞ്ഞ് പതുക്കെ തീർത്തോ. ഇപ്പോ ഈ ഒരു പ്രശ്നം തീർക്കലല്ല ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. വിവാഹം നടക്കാൻ പോവാണ്. ഇന്ന് ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടായത്. അതുകൊണ്ട് ദേവീര് ഇവിടെ കിടന്ന ബഹളമൊന്നും തൽക്കാലം വെക്കാതെ നമുക്ക് എത്രയും വേഗം മണ്ഡപത്തിലേക്ക് ചെന്ന് ഈ വിവാഹം നടത്തണം. അതാ വേണ്ടത്. ഇനിയിപ്പോ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും നിന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് വന്നാൽ മതി. ഒന്നെങ്കിൽ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ പോയി, എന്തായാലും നിങ്ങൾ ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് വന്നാൽ മാത്രം മതി. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് വിവാഹം നടത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങള് വിവാഹത്തിന് എന്തായാലും മണ്ഡപത്തിലേക്ക് പോകണം. അതിനുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. തൽക്കാലം ഈ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ എല്ലാവരും കൂടി കണ്ടുപിടിച്ചോളൂ. പിന്നെ ഇക്കാര്യത്തിൽ ഞാൻ ആദ്യം ഒരിക്കലും കുറ്റം പറയില്ല. വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചത് മുടങ്ങിപ്പോയപ്പോ അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ആതിരയ്ക്ക് ഉടനെ തന്നെ മറ്റൊരു വിവാഹം നടത്തണം, മറ്റൊരു പയ്യനെ കണ്ടെത്തി വിവാഹം നടത്തണമെന്ന്. എന്നിട്ട് അതൊന്നും കേൾക്കാതെ നിങ്ങൾ ആതിരയുടെ വിവാഹം നടത്താതെ ആതിര ഇഷ്ടത്തിന് വിട്ടു. ഇപ്പൊ എന്തായി? ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു. ഇനിയിപ്പോ ഇതിന് ഉത്തരവാദി ആരാണെന്നൊക്കെ നിങ്ങൾ ചോദിച്ച് പതിയെ മനസ്സിലാക്കി നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തിക്കൂ. ഇവിടെ നിന്നെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ടെങ്കിൽ അങ്ങനെ. എന്തായാലും ഇപ്പോ ഇവിടുന്ന് മണ്ഡപത്തിലേക്ക് പോയി ഈ വിവാഹം നടത്തുക എന്നതാണ് പ്രധാനം എന്ന് പറഞ്ഞ് സന്ദീപെ, അനഘെ, നിങ്ങൾ വേഗം വണ്ടിയിലേക്ക് കയറ്, നമുക്ക് ഇറങ്ങാം എന്ന് അവന്തിക അറിയിച്ചു. അത് കേട്ട ഉടനെ അനഘയും അവന്തികയും കൂടി പോകാൻ തുടങ്ങുമ്പോ സേതുമാധവനും ആകെ നിരാശരായി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നത് കണ്ട് പെട്ടെന്ന് സന്ദീപ് പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല. ആ വാക്ക് കേട്ടതും ഉടനെ അവന്തിക ഞെട്ടി. എന്താ സന്ദീപെ, എന്താ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ സന്ദീപ് പറഞ്ഞു, അതെ, എല്ലാവരോടുമായി എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. അത് കേട്ടതോടെ അവന്തിക പറഞ്ഞു, സന്ദീപെ, നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ആതിര എവിടെയോ പോയി, അവൾ ഇതുപോലെല്ല വയ്യാവേലി ഒപ്പിച്ചു വന്നിരിക്കുകയാണ്. ഇതുവഴി പോയിട്ടാ ഈ പ്രശ്നം ഉണ്ടായെന്ന് അറിയില്ലല്ലോ. അതിന് ഉത്തരവാദി ആരാന്നൊക്കെ അവര് കണ്ടുപിടിച്ചോളും. നീ അതോർത്ത് ടെൻഷൻ ആവേണ്ട. നിന്റെ ഏടത്തിയുടെ അനുജത്തിയാണെന്നുള്ള ആ ഒരു ടെൻഷനൊന്നും നീ ഇപ്പൊ എടുക്കേണ്ടതില്ല. നീ വേഗം വാ, ഇന്നത്തെ ഈ വിവാഹമാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് എന്ന് അവന്തിക അറിയിച്ചു.
അപ്പോഴേക്കും ആതിര ആകെ വിഷമത്തോടെ സന്ദീപിനെ നോക്കി. ഉടനെ തന്നെ സന്ദീപ് അപ്പുറത്തേക്ക് മാറി നിന്ന് പറയാനെ തുടങ്ങുമ്പോഴേക്കും അനൂപ് മുന്നിലേക്ക് വന്ന് പറഞ്ഞു, ദേ അവന്തിക, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുറെ നേരമായി നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞത്. അവന്തിക പറഞ്ഞു, അതിപ്പോ ഞാൻ എന്ത് പറഞ്ഞെന്ന് അനൂപേ? ഇത് കൊള്ളാലോ, നിങ്ങളുടെ അനുജത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചതിന് എന്നോട് കുതിര ചാടിയിട്ട് കാര്യമൊന്നുമില്ല അനൂപേ എന്ന് അവന്തിക പറഞ്ഞു. ഇതെല്ലാം കേട്ടു നിന്ന ഉടനെ തന്നെ ദയാനന്ദ മാഷ് പറഞ്ഞു, എടാ അനൂപേ, നമുക്കിറങ്ങാം. ഇത് നമ്മുടെ കുടുംബത്തിന്റെ മാത്രം പ്രശ്നമാണ്, ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ലേ, നമുക്ക് വീട്ടിൽ ചെന്ന് ഇതിനുള്ള തീരുമാനം ഉണ്ടാക്കാം, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് ദയാനന്ദ മാഷ് അറിയിച്ചു. അപ്പോഴേക്കും സന്ദീപ് ഒന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ അവന്തിക പറഞ്ഞു, എടാ സന്ദീപേ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്, നമുക്ക് പോകാം, നമുക്ക് ഇറങ്ങാം, അവരുടെ കാര്യം അവർ തീരുമാനിച്ചോളും, അതിന്റെ കാരണവും കാര്യകാരണങ്ങളും ഒക്കെ അവർ തന്നെ കണ്ടുപിടിച്ചോളും, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് സന്ദീപിനോട് ഇറങ്ങാനായി അവന്തിക ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, അല്ല, ഇത് അങ്ങനെ അവരുടെ മാത്രം പ്രശ്നമല്ല, കാരണം ഇതിന് ഒരു സത്യം എനിക്ക് പറഞ്ഞു തീരൂ, എനിക്ക് ചില കാര്യങ്ങൾ എല്ലാവരോടും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആതിരയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ഉത്തരവാദി ഞാൻ ആയതുകൊണ്ട് എനിക്ക് അത് പറഞ്ഞേ പറ്റൂ. ഇന്ന് ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കുകയും വേണം എന്ന് സന്ദീപ് എല്ലാവരോടുമായി പറയുമ്പോ ആതിര ഇപ്പോഴെങ്കിലും സന്ദീപ് തന്റെ നാവ് അനക്കിയല്ലോ എന്നും ഇപ്പോഴെങ്കിലും എല്ലാവരോടും സത്യം തുറന്നു പറയാൻ സന്ദീപ് തയ്യാറായല്ലോ എന്നതിന്റെ ആശ്വാസത്തിൽ ആതിര വേഗം തന്നെ സന്ദീപിനെ നോക്കി. സന്ദീപ് അക്കാര്യം വിളിച്ചു പറയുമ്പോ അത് സത്യമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകാതെ കമലയെടുത്തിയും ദയാനന്ദ മാഷും അനൂപും മീരയെടുത്തിയും ഒക്കെ പരസ്പരം നോക്കുന്നു.